ഈ സ്റ്റിയറിങ്ങിന് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, റീച്ചില്ല. പക്ഷേ SEയിൽ നമ്മൾ കണ്ട ആ ഒരു വീലിൻ്റെ കുറവെന്ന് പറയുന്നത് ആ ഒരു വീലിൻ്റെ കുറവ് മാത്രമായിട്ട് നിൽക്കുകയാണ്. കാരണം കൂടുതൽ സവിശേഷതകളോ അല്ലെങ്കിൽ ഫീച്ചേഴ്സും തന്നെ ഫോർഡ് ഇക്കോസ്പോർട്ടിൽ നിന്ന് എടുത്ത്. നമസ്കാരം, ഇത് ഫോർഡ് ഇക്കോസ്പോർട്ടാണ്. ഫോർഡ് ഇക്കോസ്പോർട്ടിൻ്റെ പുതിയ വേരിയൻറ്റ് SE. ഈ SE എന്ന് പറഞ്ഞ വേരിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പെയർ വീൽ പോയി എന്ന് പറയുമ്പോൾ വാല് മുറിഞ്ഞ ഇക്കോസ്പോർട്ട് എന്ന് പറയാം. അപ്പോൾ ആ ഒരു സ്പെയർ വീലിന് പകരം ഫോർഡ് കൊടുത്തേക്കുന്നത് ഒരു പഞ്ചർ കിറ്റാണ്. എന്തായാലും വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഫോർഡ് ഇക്കോസ്പോർട്ട് SE വിശദമായി പരിചയപ്പെടാം. അപ്പോൾ ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യുക. അതായത് ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടില്ല പറഞ്ഞിട്ട്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. സ്വാഗതം. ഈ SE എന്ന് പറയുമ്പോൾ ഒരു വേരിയൻ്റ് ആണ്. അപ്പോൾ SE എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ പെട്രോൾ മോഡലാണത്. 3 സിലിണ്ടർ പെട്രോൾ. തികച്ചും ഇക്കോസ്പോർട്ടിനൊരു പൗരുഷം കൊടുത്തിരുന്നത് എനിക്ക് തോന്നുന്നു ആ സ്പെയർ വീലായിരുന്നു. പക്ഷേ ഇനി വരുന്ന റെഗുലേഷനിൽ സ്പെയർ വീൽ വേണ്ട, പകരം പഞ്ചർ കിറ്റ് മതി എന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കണം ഫോർഡ് ആദ്യമേ തന്നെ SE വേരിയൻറ്റ് ലോഞ്ച് ചെയ്ത്. ആദ്യമായിട്ട് ഞാനൊരു ഹാച്ച് തുറക്കുകയാണ്. ഹാച്ച് എന്ന ബൂട്ടെന്ന് പറയാം, തുറക്കുകയാണ്. ഇത് തുറക്കുന്നതിനുള്ള മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഒരു പഞ്ചർ കിറ്റ് വണ്ടിക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്, സ്പെയർ വീലിന് പകരം എന്ന് പറഞ്ഞില്ലേ, അത് കാണിക്കുക എന്നുള്ളതാണ്. ആ പഞ്ചർ കിറ്റിൻ്റെ ഭാഗമാണ് ഈ ഒരു ഇൻഫ്ലേറ്റർ. കണ്ടോ, ഇനി ഈ ഒരു പാഡ് പൊക്കി നോട്ടെ ഇതിനകത്ത് എന്താണെന്നുള്ളത്. ഇതിനകത്തൊരു വാണിംഗ് ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഇതൊരു സാധാരണ പഞ്ചർ കിറ്റ് പോലെയല്ല, ഇതൊരു ലിക്വിഡാണ്. ഈ ലിക്വിഡാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി ഒരു പാർഷ്യൽ ഷെൽഫ് ഉണ്ട്, കൂടാതെ 60-40 സ്പ്ലിറ്റ് ചെയ്യുന്ന സീറ്റാണ്. ഞാൻ സ്പ്ലിറ്റ് കാണിക്കാം. ഈ ഒരു ലൂപ്പ് കഴിയുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇക്കോസ്പോർട്ടിൻ്റെ ബൂട്ട് വലിയൊരു ബൂട്ടായി മാറില്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ പഞ്ചർ കിറ്റാണ് മെയിനായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്. ഒരു ലൈറ്റ് കൂടി ഇതിനകത്തുണ്ട്. സ്പെയർ വീൽ പോയി എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ക്രോം ബാറിന് താഴെ ആ ഒരു ക്യാമറ കാണാം. കൂടാതെ ഇക്കോസ്പോർട്ടൊന്നും SE എന്നുള്ളൊരു ക്രോം ബാഡ്ജിങ് ഉണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് LED ആണ്. അതിനുള്ളിലാണ് ഈ ഒരു ഗ്ലാസ് പക്ഷേ നോസിലുള്ളത്. ഇനി റിയർ വൈപ്പറും ഡിഫോറും കാണാം. ടെയിൽ ലാമ്പിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ഈ ഡോർ ഹാൻഡിലിന് ഒരു സൂചന എന്നോണം ഒരു ആരോ കൊടുത്ത് കാണാം. കാണാം, 2 യൂണിറ്റായിട്ടാണ് അതിൽ ആ ഒരു ബ്ലാക്ക് ചെയ്ത എഫക്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. വശങ്ങളിൽ കാര്യമായിട്ട് വ്യത്യാസം തന്നെ ഇല്ല. ഈ അലോയ് വീല് കാണാൻ നല്ല മനോഹരമാണെന്ന് കാണാം. പിന്നെ പിന്നിൽ ഡ്രമ്മും മുന്നിൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. കൂടാതെ ക്ലാഡിങ് വശങ്ങളിലും കാണാം. ഈ ഡോറൊക്കെ വൈഡായി തുറക്കാം. ഇപ്പോൾ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല, ഇക്കോസ്പോർട്ട് ഇറങ്ങിയിട്ട് കാലങ്ങളായി. 2013 ഇറങ്ങിയ ഒരു കോമ്പാക്ട് SUV ആണ് ഇക്കോസ്പോർട്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു ഇരട്ട കളർ പുതിയ സീറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ പറയാം. ഒരു കുഞ്ഞ് കോട്ട് ഗ്ലാസ് ഉണ്ട്, കണ്ടോ, സാധാ ആൻറ്റിനാണ്, ഷാർക്കിനല്ല. കൂടാതെ ഈ വണ്ടിക്കൊരു സൺറൂഫ് കൂടിയുണ്ട്. സിൽവർ കളറാണ് ആ റൂഫ് റെയിൽ എന്ന് പറയുന്നത്, കണ്ടോ. പ്രത്യേകിച്ച് ബാഡ്ജുകളൊന്നും തന്നെ ഫെൻഡറിലില്ല. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫോൾഡ് ചെയ്യാവുന്നൊരു മിറർ കൂടിയാണ്. ഈ മിററിന് ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഭാഗം കൂടി കൊടുത്തിട്ടുണ്ട്. ഇക്കോസ്പോർട്ടിൻ്റെ മുന്നിൽ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. അപ്പോൾ ലോ ബീം പ്രൊജക്ടറും ഹൈ ബീം ഹലോയും തന്നെയാണ്. ഇൻഡിക്കേറ്റർ യൂണിറ്റും DRL കൂടി ഉണ്ട്. താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റർ യൂണിറ്റ് ആ ഒരു ഇന്നോവയിൽ കണ്ട പോലെ. കൂടാതെ ഫോഗ് ലാമ്പ് കൂടി കാണാം. ഇനി മുന്നിലും ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് ഉണ്ട്. കൂടാതെ 2 സ്ലാട്ടുകളുള്ള ക്രോം ഗ്രില്ലാണ്. ആ ഗ്രില്ലിന് ചുറ്റും തന്നെ ആ ഒരു ക്രോം ഫിനിഷ് കാണാം. ഇനി ഞാൻ ഈ ബോണ്ടൊന്ന് തുറക്കട്ടെ. ബോണ്ട് തുറന്നു കഴിയുമ്പോൾ ആ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ കാണാം. 122 PS പവറും 149 Nm ടോർക്കുള്ളൊരു 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്, ഡ്രാഗൺ സീരീസ്. അപ്പോൾ നല്ല നീറ്റായിട്ട് എഞ്ചിൻ ബേ ആണ്. ഈ ബോണറ്റിനൊരു ഇൻസുലേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തെക്കുറിച്ചും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല, കാരണം ഇക്കോസ്പോർട്ട് സുപരിചിതനാണല്ലോ. എന്നാലും ആ ഒരു ഗ്ലാസിൻ്റെ ഏരിയ കാണിക്കാം. ഓട്ടോ വൈപ്പേഴ്സും ഓട്ടോ ഹെഡ് ലാംപ്സും കൂടി ഈ ഒരു SE വേരിയൻറ്റിന് കൂടി ഉണ്ട്.
അപ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള ഒരു കോമ്പാക്ട് എസ് യു ആണ് ഇക്കോസ്പോർട്ട്. ഇക്കോസ്പോർട്ടിൻ്റെ SE ഓടിക്കുകയാണ്. അപ്പോൾ ഇക്കോസ്പോർട്ട് നമ്മൾ ഒരുപാട് വട്ടം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും പുതിയ വേരിയൻ്റ് അല്ലേ, ഓടിച്ച് നോക്കാം. ചെറിയൊരു വിറയിലൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് 3 സിലിണ്ടർ ആയിരിക്കും. പക്ഷേ ഫോർഡിൻ്റെ 3 സിലിണ്ടർ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ മികച്ചതാണ്. ആദ്യമായിട്ട് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം, അകത്തെ കാര്യങ്ങൾ പറയാം. ഒരു പുതിയൊരു സീറ്റ് ഡിസൈൻ വന്നിട്ടുണ്ട്, അതായത് ഒരു ഇരട്ട കളർ സീറ്റ് ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡൊക്കെ പഴയ ആ ഒരു ഇക്കോസ്പോർട്ട് കണ്ട ഡാഷ്ബോർഡ് തന്നെ, മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. മീറ്റർ കൺസോളും 2 ബോർഡ് മീറ്റർ കൺസോളാണ്. അതായത് ടാക്കോ മീറ്റർ ഇടതുവശത്തും സ്പീഡോ മീറ്റർ വലതുവശത്തും. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഫ്യൂൽ മീറ്ററും ടെമ്പറേച്ചറൊക്കെ കാണാം. ഒരു ചെറിയ MID കൂടി ഉണ്ട്. പിന്നെ വലിയൊരു സ്ക്രീൻ ഉണ്ട് ഇക്കോസ്പോർട്ടിന്. അപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീനാണ്. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡൊക്കെ ഉള്ളൊരു സ്ക്രീനാണത്. AC നമ്മൾ പഴയ ആസ്പെയറിൽ കണ്ടാണെങ്കിൽ പഴയ ഇക്കോസ്പോർട്ട് കണ്ടാൽ അതേ കൺട്രോൾസാണ്, അതിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ 2 USB പോർട്ടുകളുണ്ട്, ഒരു ആംറസ്റ്റ് കൂടി ഉണ്ട്. പിന്നിലാണെങ്കിൽ ആ സീറ്റിൻ്റെ വശങ്ങളിൽ കണ്ട ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ് എടുത്തു പറയാനുള്ളത്. കൂടാതെ ഈ ഒരു വണ്ടിക്ക് ആ ഒരു ഡോർ പാഡിലെ ബട്ടൺസിനൊക്കെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും, ഇക്കോസ്പോർട്ടിൻ്റെ ക്വാളിറ്റി ഫീൽ ചെയ്യും കാര്യമല്ലോ. പിന്നെ ഒരു ചെറിയ മെറ്റാലിക് ഫിനിഷ് കൂടി ഈ ഡോറിലുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യം. ഇനി നമുക്ക് വണ്ടി ഓടിച്ചു തുടങ്ങാം. ഓടിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ ഡ്രാഗൺ സീരീസ് 3 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് നല്ല റിഫൈൻഡ് എഞ്ചിനാണ്. അപ്പോൾ എഞ്ചിൻ്റെ നോട്ടകത്തി വരും ഒരു കൂടിയ RPM-ലൊക്കെ, പക്ഷെ അങ്ങനെ വരുമ്പോഴും നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു നോട്ടാണ്. ഇതിന് 6500 RPM റെഡ് എഞ്ചിൻ. അപ്പോൾ ഞാൻ ഒന്ന് സെക്കൻഡ് ഗിയർ ഇട്ടൊന്ന് കാല് കൊടുക്കട്ടെ. ആ കാല് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫീൽ ചെയ്യുക ഒരു പവർ എന്ന് പറയുമ്പോൾ 122 PS ആണ്. കൂടാതെ ടോർക്ക് എന്ന് പറയുന്നത് 149 Nm ആണ്. അപ്പോൾ ഡീസലാണെങ്കിൽ, ഇത് ഡീസൽ മോഡലാണെങ്കിൽ എനിക്ക് തോന്നുന്നു, ഡീസൽ മോഡലിൻ്റെ കാര്യം നമ്മൾ ഓടിക്കും പറയാനുള്ള കാര്യമാണ്. അപ്പോൾ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത്, ഡീസലിന് പവർ കുറവാണ്, ടോർക്ക് കൂടുതലാണ്. അതായത് 100 PS ആണ് പവർ, ഇത് 122 ആണ്. ഡീസലിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 215 Nm, ഇത് 149 Nm ആണ്. അപ്പോൾ ഇക്കോസ്പോർട്ടിൻ്റെ വില കൂടി പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ SEയുടെ ഒരു വില എന്ന് പറയുന്നത് എത്രയും നമുക്ക് അറിയില്ല, കാരണം ഈ വണ്ടി ലോഞ്ച് ചെയ്തില്ല, അപ്പോൾ നമ്മൾ ഓടിക്കുന്നത്. എന്നാലും ടൈറ്റാനിയം ഒരു മോഡൽ ഇക്കോസ്പോർട്ടിന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്. ആ ഒരു മോഡലിന് ഏകദേശം 10 ലക്ഷം താഴെയാണ് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസൽ കീപ്പ് ചെയ്യാനായിട്ട് ഫോർഡ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പറയേണ്ടതുണ്ട്. ഈ ഒരു വണ്ടിയുടെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് എടുത്ത് പറയണം, കാരണം ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു മികച്ച സ്റ്റിയറിംഗ് ആണ്. പക്ഷേ എനിക്ക് പഴയ ഇക്കോസ്പോർട്ട് കണ്ട സ്റ്റിയറിംഗ് ആണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. പക്ഷേ എന്നാലും ഇതൊരു വട്ടം കൂടിയ ഒരു സ്റ്റിയറിംഗ് ആണ്, കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീലുള്ള സ്റ്റിയറിംഗ് എന്ന് പറയാം. അതിന് മുകളിൽ ബട്ടൺസൊക്കെ തന്നെ മനോഹരമാണ്. കൂടാതെ ക്രൂയിസ് കൺട്രോൾ കൂടി ഈ ഒരു വണ്ടിക്കുണ്ട്. അപ്പോൾ SE മോഡലിന് കൂടി അതൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു സ്പെയർ വീല് പോയത് എക്സ്റ്റീരിയർ ലുക്കിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രമാണ് ബാധിച്ചിട്ടുള്ളതെന്ന് പറയാണ്ട്, കാരണം വണ്ടി ഓടിക്കുമ്പോൾ ആ റൈഡ് ക്വാളിറ്റിയും ഫീലൊക്കെ തന്നെ ആ ഒരു ഇക്കോസ്പോർട്ടിൻ്റെ DNA കാത്ത് സൂക്ഷിക്കുന്ന സംഗതി തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ വണ്ടിയുടെ വീൽ സൈസ് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ 16 ഇഞ്ചിൽ 215 55 R16 അപ്പോൾ ആ ഒരു സൈസ് വീലും അത്യാവശ്യം നല്ലൊരു സസ്പെൻഷൻ സെറ്റപ്പായിട്ട് നല്ല റൈഡ് ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ് ഇക്കോസ്പോർട്ട്. അതിന് എടുത്ത് പറയേണ്ടതില്ല, 2013 ഇറങ്ങിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട്, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പ്രൂവൺ ആണ്. അപ്പോൾ SE എന്ന് പറഞ്ഞ മോഡലിൻ്റെ കാര്യമായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് വീല് പോയി എന്നുള്ളതാണ്. എന്നാലും ഓടിക്കുമ്പോൾ ആ ഒരു കുറേ കാലത്തിന് ശേഷം ഓടിക്കുന്ന ഒരു ഫീൽ നമ്മളെല്ലാം തന്നെ പറയേണ്ടതുണ്ട്. എന്തായാലും ഞാൻ യൂട്ട് എടുക്കുകയാണ്. ഈ സ്റ്റിയറിങ്ങിന് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, റീച്ചില്ല. പക്ഷേ SEയിൽ നമ്മൾ കണ്ട ആ ഒരു വീലിൻ്റെ കുറവെന്ന് പറയുന്നത് ആ ഒരു വീലിൻ്റെ കുറവ് മാത്രമായിട്ട് നിൽക്കുകയാണ്. കാരണം കൂടുതൽ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സും തന്നെ ഫോർഡ് ഇക്കോസ്പോർട്ടിന് എടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറയേണ്ടതുണ്ട്. ഗിയർ ഷിഫ്റ്റ് സിൽക്കി സ്മൂത്താണ്. അപ്പോൾ ശരിക്കും പരിചിതമാണ്, ഫീൽ ഹോമാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. കാരണം നമ്മുടെ വണ്ടിയിൽ കണ്ടിട്ടുള്ള അതേ കോമ്പൗണ്ടർ. അപ്പോൾ പാർട്ട് ഷെയറിംഗ് ആണല്ലോ, അപ്പോൾ ഗിയർ ലിവർ ആണെങ്കിലും അല്ലെങ്കിൽ AC കൺട്രോൾസ് ആണെങ്കിലും ഒക്കെ തന്നെ ആസ്പെയറായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വണ്ടി കയറി കഴിയുമ്പോൾ നമുക്കിത് വളരെ പരിചിതമായ ഒരു വണ്ടിയാണ്. അപ്പോൾ മറ്റ് കോമ്പാക്ട് SUവികളിൽ നിന്ന് ഇക്കോസ്പോർട്ടിനെ വ്യത്യസ്തമാക്കുന്നത് വലിയൊരു വണ്ടിയിൽ ഇരുന്ന് ഓടിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ്. കാല് കൊടുക്കുമ്പോൾ പറന്ന് കയറി പോകുന്ന ഒരു ഫീലുള്ള ഒരു എഞ്ചിനാണ് ഈ ഡ്രാഗൺ സീരീസ് 3 സിലിണ്ടർ. അത്യാവശ്യം നല്ല റിഫൈൻഡാണ്, സൈലൻ്റാണ്, അലോസരങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമ്മളൊന്ന് റെഡ് ലൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് കാല് കൊടുത്ത് എടുക്കുമ്പോൾ മാത്രം കൂടിയ RPM ആ സൗണ്ട് അകത്തേക്ക് വരുന്നുണ്ട്. 6500 RPM റെഡ് ലൈൻ ചെയ്തു. അപ്പോൾ ചാടുമ്പോൾ ഈ ഒരു പാലത്തിന് മുകളിലൂടെ നമ്മൾ ഓടിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ ചാടുമ്പോഴും നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ചാട്ടമൊന്നും അറിയുന്നില്ല എന്നുള്ളത് പറയാം. അതൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സസ്പെൻഷൻ്റെ മികവിനെ സൂചിപ്പിക്കാനാണ്. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം പറയണം. ബ്രേക്കിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ്. അത്യാവശ്യം നല്ല കോൺഫിഡൻസ് വരുന്ന ഒരു ബ്രേക്സാണ്. ചവിട്ടിയാൽ നിൽക്കുന്ന പിടിച്ചാൽ നിൽക്കുന്ന വണ്ടി എന്ന് പറയാം. പിന്നെ ഒരു SUV ആണ്, കുറച്ച് ഉയരം കൂടി വണ്ടിയാണെങ്കിലും ബോഡി റോൾ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. ബോഡി റോൾ ഇല്ലെന്നല്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതും പറയേണ്ടതുണ്ട്.
ഇനി പറയേണ്ട ഒരു കാര്യം 2013 ഇറങ്ങിയ അതേ ബോഡി ഷെല്ലുമായിട്ട് മാറ്റങ്ങളുണ്ട്, എന്നാലും അതേ ബോഡി ഷെല്ലുമായിട്ട് ഇത്രയും വർഷം നിന്ന് 2021 എത്തിയിട്ടും ഈ വണ്ടിക്ക് എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ വാലിഡിറ്റി, അല്ലെങ്കിൽ എന്താണ് ഇത് വാങ്ങാനുള്ള കാരണങ്ങളും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം ഈ റൈഡ് ക്വാളിറ്റിയും ഈ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് തന്നെയാണ്. കൂടാതെ 122 PS എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പവർ ഫിഗറാണ് കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ. കൂടാതെ അത്യാവശ്യം നല്ല ടോർക്കും ഉണ്ട്, 149 Nm ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കൂടെ 3 സിലിണ്ടർ എഞ്ചിനാണ്, അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി കൂടി ഫോർഡ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു റിയൽ ലൈഫ് സെനാരിയോ ഒരു 15-16 നമുക്ക് ഒരു ഫ്യൂൽ എഫിഷ്യൻസി പ്രതീക്ഷിക്കാം. ഞാൻ ഒന്നുകൂടി കാലെടുത്ത് എടുക്കുകയാണ്. അപ്പോൾ കാലെടുത്ത് എടുക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ POV ആണ് കാണിക്കാറുള്ളത്. പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ എക്കോസ്പോർട്ട് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇങ്ങനെ ഓടിക്കുന്നത്. അപ്പോൾ നിർത്തിയെടുക്കാം. അപ്പോൾ ഫോർഡിൻ്റെ തലവര മാറ്റിയ വണ്ടിയാണ് ഇക്കോസ്പോർട്ട് എന്ന് നിസ്സംശയം പറയാം ഇന്ത്യയിൽ. അപ്പോൾ ആ ഒരു വണ്ടി ഇപ്പോൾ പുതിയ SE വേരിയൻ്റ് വന്നപ്പോൾ പിന്നിൽ സ്പെയർ വീൽ ഇല്ല എന്നുള്ളത് ഒരിത്തിരി ഡിസപ്പോയിൻമെൻ്റ് ആക്കി കുറേ ആളുകളെങ്കിലും, അതായത് SUV ഇഷ്ടപ്പെടുന്ന, പിന്നിൽ സ്പെയർ വീൽ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെങ്കിലും കുറച്ചൊരു ഡിസപ്പോയിൻമെൻ്റ് ആക്കി. എന്നാലും ഇനി വരുന്ന റെഗുലേഷനിൽ ചിലപ്പോൾ സ്പെയർ വീലുകൾ ഇല്ലാണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഫോർഡ് ഒരു മുഴം മുന്നേ എറിഞ്ഞു എന്നേ പറയുള്ളൂ. അപ്പോൾ അത്രേ പറഞ്ഞുള്ളൂ. ഇതാണ് SE കുറിച്ചുള്ള ഒരു രത്ന ചുരുക്കം. പതിവ് പോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടു എന്നതിനെ കരുതാൻ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക്, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ചെയ്യണം, നമ്മൾ എന്തിനും അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.